ഈ കാരണങ്ങൾ കൊണ്ടാണ് നഴ്സുമാർ ജർമ്മൻ പഠനത്തിൽ നിന്ന് പിന്മാറുന്നത്. പല ആളുകളും ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. പല നഴ്സുമാരും ജർമ്മൻ ലാംഗ്വേജ് പഠനം വേണ്ട എന്ന് വെക്കുന്നതും അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു സ്കാമാണ് എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടാണ്. ഓഫ് കോഴ്സ് എല്ലാ മേഖലയിലും അതിൻ്റെതായ സ്കാമുകളുണ്ട്. പക്ഷേ ജർമ്മൻ ലാംഗ്വേജിൻ്റെ കാര്യം വരുമ്പം നമ്മളിപ്പോൾ ഗോയിത്തയുടെ ഒഫീഷ്യൽസായിട്ട് സംസാരിക്കുമ്പോഴും ജർമ്മൻ എംപ്ലോയീസായിട്ട് സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പല ആളുകളും ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഒരു സീരിയസ് അപ്രോച്ച് ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നില്ല. ഇവർ കുറേ ആൻസേഴ്സ് കാണാതെ പഠിക്കുന്നു, മെമ്മറൈസ് ചെയ്യുന്നു, കുറച്ച് കോഡുകൾ കാണാതെ പഠിക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ പോയി എക്സാം എഴുതുന്നു, അങ്ങനെ ഒരു ഫെയിൽ ആവുന്നു. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ ജീവിതത്തെ മാറ്റി മറിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എക്സാമിനേഷനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ എക്സാമിന് ചെല്ലുമ്പം അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം സ്പെഷ്യലായിട്ടുള്ള ടീച്ചിങ് മെത്തഡോളജീസ് നിങ്ങൾ ഫോളോ ചെയ്യണം. കൃത്യമായ സ്ട്രാറ്റജീസ്, കൃത്യമായ സ്കിൽ ഡെവലപ്മെൻറ്റ്, അതിൻ്റെതായ സീരിയസ്നെസ്സോടു കൂടി നിങ്ങൾ ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ടി സാധിക്കും. സോ ഇങ്ങനെ നഴ്സുമാരെ ഒരുക്കി ജർമ്മൻ എന്ന് പറയുന്ന രാജ്യത്ത് എത്തിക്കുക എന്നുള്ളൊരു വിഷനാണ് ഗോ ജർമ്മൻ ബൈ പിങ്ക് ഇംഗ്ലീഷിൽ ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്.